ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സുകൊരു സമാധാനത്തിൽ ചെറിയൊരു കുറവുണ്ടോ? ആദം നബി അലൈഹിസ്സലാമുക്ക് എല്ലാ നിലക്കും സന്തോഷമുണ്ടാക്കുക വേണ്ടിയിട്ട് ആദം നബി അലൈഹിസ്സലാമുക്ക് വലിയ ഒരു സമാധാനത്തെ കൊടുക്കുക വേണ്ടി ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് ആദം നബിയുടെ മുതല ഭാരയുടെ മുള്ളിലെ ഒന്നിനെ ഊരിട്ടെടുത്തിട്ട് ജിബ്രീലിന്റെ മുഖാന്തര അല്ലാഹു ഉറവാട്ടിട്ട് ഹവ്വായുടെ ഒരു പെണ്ണുക്ക് ഞങ്ങളെ ഉമ്മക്ക് അല്ലാഹു ജന്മം കൊടുക്കൂ. ആദം നബി അലൈഹിസ്സലാം കണ്ണ് തുറന്നു നോക്കുമ്പോഴത്തേക്കോ വറക്ക് പിടിച്ച് ആദം നബി അലൈഹിസ്സലാമുടെ ശരീരത്തിൽ നിന്ന് ഭാരയുടെ മുള്ളിടെ ഊരിയെടുത്തിട്ട് ഹവ്വാ ബീവിക്ക് അല്ലാഹു ജന്മം കൊടുക്കൂ. ആദം നബി കണ്ണ് തുറന്നിട്ട് ഇശാറത്തായി നോക്കുമ്പോഴത്തേക്കോ നല്ല സുന്ദരമായ ഒരു രൂപം എതിരുണ്ടോ? ആ രൂപം കണ്ട് ആകർഷിച്ച ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിനെ അല്ലാഹു ഹലാലാക്കി നയാക്കി കൊടുക്കടാ. നിക്കാഹുകളുടെ പരിശുദ്ധമായ പവിത്രമായ ബന്ധമുണ്ടല്ലേ അല്ലാഹു സ്വർഗ്ഗത്തിൽ തുടങ്ങി വെച്ചതാണ്. അത് ദുനിയാവിൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈമാനുള്ളവര് നാളെ ആഖിറത്തിൽ ബദലിയത് പുനരാവർത്തനാവണുകൊണ്ടു. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ രണ്ടാമത് ബദലിയത് പുനരാവർത്തനാവണുകൊണ്ടു. എത്രമാ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതുവരക്കുമ്പോഴത്തേക്കോ എത്രമാ സ്വാലിഹീങ്ങളുടെ ദുആത്തിൽ നിങ്ങൾ കാതുകൊടുത്തില്ലേ? പടച്ചവനെ നാളെ നിന്റെ സ്വർഗ്ഗത്തില് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരു കല്യാണത്തെ കണ്ണുകൊണ്ട് കാണുക സൗഭാഗ്യം നൽകണേ അല്ലാഹ്. എത്ര പണ്ഡിതന്മാർ ഈമാനുള്ളകളെ ഇങ്ങനെ ദുആ ചെയ്യണേ. അപ്പൊ ദുനിയാവിൽ മാത്രം മങ്ങിലാച്ചുകളുടെ ബന്ധമല്ല അല്ലാഹ് സ്വർഗ്ഗത്തിൽ തുടങ്ങി വെച്ചത് നാളെ സ്വർഗ്ഗത്തിൽ പുനരാവർത്തനാവണുള്ളത്. ആ പവിത്രമായ ബന്ധത്തെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുടോ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹുവിന്റെ വലിയ അത്ഭുതകരമായ കാര്യങ്ങള് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളില് ഈ ദുനിയാവിൽ കണ്ട വലിയ അത്ഭുതം എന്തിന് ഈമാനുള്ളവരെ ചൊല്ലോരൂല. ഒരു പക്ഷേ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്തൊരു കേൾക്കുമ്പോ ഞങ്ങളിൽ പല ആളുമാറും താജ്മഹൽക്ക് കൈകാട്ടറാറ്, ചീനത്തെ മഹാഗോഡക കൈനീട്ടറാറ്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലിയ ചില അത്ഭുതമായ കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലിയ വലിയ വലിയ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുന്നത്. വമിൻ ആയാതിഹി അല്ലാഹുവിന്റെ പരിശുദ്ധമായ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് നിങ്ങളുടെ സ്വന്തം തടിയിൽ നിന്നിട്ട് അല്ലാഹു നിങ്ങൾക്കൊരു ഇണരെ പടച്ചു തന്നത് അല്ലാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. എന്ത് അല്ലാഹു അങ്ങനത്തെ ഇണരെ പടച്ചു തന്നത് കൊണ്ടുണ്ടാ നിങ്ങളുടെ ജീവനത്തിൽ വലിയ സമാധാനം ഉണ്ടാവുക വേണ്ടിയാണ്. മഹിളാജുകളുടെ പരിശുദ്ധമായ ബന്ധം ജീവനത്തിൽ വലിയ സമാധാനം ഉണ്ടാവുക വേണ്ടി. പക്ഷേ ഞങ്ങളിൽ പല ആളുമാറും ചൊല്ലുടെ ഉസ്താദേ എല്ലാ സമാധാനം നഷ്ടപ്പെട്ടത് മങ്ങിലായാൽ പിന്നെ പല ആളുമാറും ചൊല്ലുടെ ഉസ്താദേ ജോലി നല്ല സന്തോഷത്തെ ജീവൻ അതെല്ലാം മങ്ങിലത്തിൽ പിന്നെ എന്തോ ഇല്ല. ചില ചങ്ങായിമാരെ മങ്ങിലായാണ് ചിലപ്പോ മങ്ങിലാവാത്ത ബാച്ചിലറായിട്ട് ചൊല്ലുകൊണ്ട് അലിയ എന്തിനാ ജോലി നിങ്ങൾ മങ്ങിലത്ത് മുന്നോട്ട് പിന്നെ അതൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ കാലി പാമ്പേഴ്സിലെ കെട്ടെടുത്ത് ഓടണം അല്ലേ അല്ലേ. മങ്ങിലാവുന്നത് വരേക്കും മാത്രമായ ജീവനം നെമ്മതിരെ ജീവനം മങ്ങിലായാൽ പിന്നെ എങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ സമാധാനത്തെ ജീവനം മങ്ങിലാവലോടുകൂടിയ. അതുകൊണ്ടാണ് ആ പരിശുദ്ധമായ ബന്ധത്തെ പ്രോത്സാഹിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിൽ ചില ആൾമാർ അങ്ങനെ ജീവനത്തിൽ ഈ ഒരു ബന്ധം വേണ്ടാട്ട് വെച്ചപ്പോ മങ്ങിലാവിടെ വേണ്ട, നിക്കാഹവിടെ വേണ്ട. മങ്ങിലായത് വലിയ ബാധ്യതയല്ലേ. പിന്നെ പെഞ്ഞായിരം വളർത്തണോ, മക്കളെ നോക്കണോ, മക്കൾക്ക് വേണ്ടി ജീവിക്കണോ, മക്കളെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണോ, മക്കൾ
മക്കളുട്ടികളുടെ കടമകൾ അതല്ല വലിയ ഒരു ബാധ്യതയല്ലേ? കാലി അള്ളാഹ് ഇബാദത്താക്കി അള്ളാഹു ഇബാദത്ത് ചെയ്തിട്ട് മരിക്കോളം ജീവനം നടത്തുവാൻ ശപഥാക്കിയ കനിക്കത്തെ ചില സ്വഹാബികൾ ആ സ്വഹാബികളൊട്ടിക്ക് പോലും താക്കീതാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലുന്ന സ്വഹാബ അന്നികാഹു സുന്നതി ഫമൻ റഗബ അൻ സുന്നതി ഫലൈസ മിന്നി. പരിശുദ്ധമായ വൈവാഹിക ജീവനാ ചൊല്ലത് തന്റെ ചര്യയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിലിട്ട് ചൊന്നു കൊടുക്കുന്നു നിക്കാഹ് ചൊല്ലത് തന്റെ ചര്യയാണ്, അത് തന്റെ നടപടിയാണ്. ആ സുന്നത്തിനെ ഒരാൾ ജീവനത്തിൽ വേണ്ട ചൊന്ന് ദൂരാക്കാണ്ട് കണ്ടെങ്കില് അവള് തന്റെ സമുദായത്തിൽ പെട്ടവണല്ല, ഈമാന് പൂർണ്ണമായ ഒരു മുസ്ലിം അവണല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ ഉമ്മത്തി ആവണുക സാധ്യമില്ല. ഈ ഒരു സുന്നത്തിനെ ജീവനത്തിൽ വേണ്ട ചൊന്ന് വെച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹു പൊരുത്തപ്പെട്ട തരത്തിൽ ജീവന നടത്തുന്നത് ഈ മങ്ങിലായെങ്കിൽ മീത്ത് കഷ്ടായി പോവാ ചൊല്ല ബിയാറ മനസ്സുക വന്നിട്ട് അള്ളാഹുവിനെ മരിക്കോളം ഇബാദത്ത് ചെയ്യടാ മങ്ങിലാവുല്ല ചൊന്ന സ്വഹാബികളൊട്ടിക്കാൻ അള്ളാഹുവിന്റെ റസൂലി താക്കീത് കൊടുക്കുരേണ്ടി കണ്ടെങ്കിൽ നിന്റെ ഈമാനുള്ള തോടാല പരിസരത്തിലുള്ള മുസ്ലിമീങ്ങള് അത്രക്കും പുരുഷമായ പരിശുദ്ധമായ ബന്ധമായ നിക്കാഹ് ചൊല്ലത്. ആ നിക്കാഹ് അവിടെ ആളെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്ന ഹദീസ് കൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ് ചൊല്ലുന്നു. മൂന്ന് വിഭാഗം മനുഷ്യന്മാർ ആ മനുഷ്യന്മാരെ സഹായിക്കരുത്, ആ മനുഷ്യന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ആ മനുഷ്യന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യത്തും ഏർപ്പെടുത്തി കൊടുക്കരുത്, അത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുമാർ ഹഖ്ഖുൻ അലല്ലാഹി അല്ലാഹുവിന്റെ മേലെ ബാധ്യതയാണ് സഹാബ. ആ മൂന്ന് വിഭാഗത്തെ സഹായിക്കരേ ചൊല്ലത്, ആ മൂന്ന് വിഭാഗത്തെ കൈവിടില്ല ചൊല്ലത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അഥവാ അല്ലാഹു ഏറ്റെടുത്ത മൂന്ന് വിഭാഗമാണ്. അങ്ങനെ ഒരുക്കം അല്ലാഹു കൈവിടാല, അങ്ങനെ ജീവനത്തിൽ അല്ലാഹു സോക്കണത് കൂടാല, അങ്ങനെ ജീവനത്തിൽ അല്ലാഹു ദുഃഖത്തെ കൊടുക്കാല. നൈമിഷികമായ ദുനിയാവിടെ ജീവനത്തിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു ബേജാറാ ചെറിയ ചെറിയ ദുഃഖങ്ങളാവണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ സഹായിക്കരുത് ചൊല്ലത്. അങ്ങനെ ഏത് നേരത്തിലും കൈവിടാണ്ടിക്കരുത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. ആ മൂന്ന് വിഭാഗം ആളുമാർക്ക് പിന്നെ ഒരു പേടി വേണ്ട. ആ മൂന്ന് വിഭാഗം ആളുമാരെ സഹായിക്കണു അല്ലാഹു വാഗ്ദാനം ചെയ്തരാണ്ട് കണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ പേടിക്കണം മുസ്ലിമേ. ഈ ദുനിയാവ് കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരിയല്ല ഫിർഔന്. ഫിർഔന്റെ കാണ ഒരു ധിക്കാരിയായ തമ്മാടിയായ ഭരണാധികാരി നിങ്ങൾ കണ്ടറാറാ. ഇന്നും ഞങ്ങൾ എല്ലാ റക്അത്തിലെ നിസ്കാരത്തില് ഓരോ റക്അത്തിലും രണ്ട് വട്ട സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന റബ്ബിക്കൽ അഅലാ, ഏറ്റവും അഅലയായ പരിശുദ്ധനായ ഉന്നതനായ നിന്റെ റബ്ബുണ്ടല്ലോ, അവന് പരിശുദ്ധനുണ്ട് നിന്റെ മനസ്സിലാണ് ഉറപ്പിക്കുക ചൊല്ലരിക്കുക സുജൂദ് നിങ്ങൾ നോക്കൂറൂല. അഅലയായ റബ്ബ് ഏറ്റവും ഉന്നതനായ പോരിശയുള്ള കൻകത്ത് ഏറ്റവും ഉന്നതമായ തലപ്പത്ത് നിൽക്കണ എല്ലാ അധികാരമുള്ള അല്ലാഹു ഉണ്ടല്ലോ. അല്ലാഹു നാണ് ചൊന്ന് വാദിച്ച ആളാണ് ഫിർഔൻ. അന റബ്ബുകുമുൽ അഅലാ, നിങ്ങളെ അഅലയായ റബ്ബുന്നാണ് ചൊന്ന് വാദിച്ച കനികജ തമ്മാടിയാണ് ഫിർഔൻ. ആ ഫിർഔൻ മൂസാ നബിയെ കൊല്ലുക പോകുമ്പോ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ബനൂ ഇസ്രായേലികളെ കൊല്ലുക പോകുമ്പോ ഫിർഔന്റെ അധികാരം എന്തിനേണ്ടു അറിഞ്ഞ കനികത്തെ മൂസാ നബി ആളുമാറ് ഫിർഔൻ എങ്ങനെ ഒരാളെ കൊല്ലുക വിചാരിച്ചെങ്കിൽ എത്ര ക്രൂരമായിട്ട് കൊല്ലോ ചൊന്നിട്ടു. സ്വന്തം പെഞ്ഞായിരെ കൊന്നതൊക്കെ ദൃക്സാക്ഷിയായ പല ആളുമാറും ആ സമൂഹത്തിലുണ്ട്. ഫിർഔൻ ചൊമ്മ സ്നേഹിച്ച കനികത്തെ പിൻസാക്കിയ കനികത്തെ ആസിയ ബീബി റളിയല്ലാഹു അൻഹാരെ പോലും ഫിർഔൻ എത്ര ക്രൂരമായിട്ടാണ് കൊന്നുരേ ചൊന്നത് കണ്ണുകൊണ്ട് കണ്ട പല ആളുമാറും ഫിർഔന്റെ ಬಗ್ಗೆ പേടിയുണ്ട്. ആ ഫിർഔൻ മൂസാ നബിയെ ആളുമാരെ കൊല്ലുക വേണ്ട ചൊല്ലുമ്പോ ആ സമൂഹത്തൊട്ടിക മൂസാ നബി ഒരു പലക്ക് ചൊല്ലോട് ഇന്ന റബ്ബീ മഈ, നിന്റെ
നിന്റെ റബ്ബ് നിന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങള് അല്ലാഹു നിന്റെ കൂടെ ഇരിക്കുന്ന ഫിറഔനെ പേടിക്കണ്ട. അക്രമിയായ ഭരണാധികാരിയായ ഫിറഔനെ നിങ്ങൾ പേടിക്കൊന്നോണ്ടില്ല. കാരണം ഫിറഔനക്ക് ജന്മം കൊടുത്ത ഗൻഗത്തെ, ഫിറഔനക്ക് അധികാരം കൊടുത്ത ഗൻഗത്തെ, ഫിറഔന്റെ അധികാരത്തെ നീക്കുന്നത് കടിവുള്ള ഗൻഗത്തെ, ഫിറഔന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നത് ഗൻഗത്തെ കടിവുള്ള ഗൻഗത്തെ യജമാനനായ അല്ലാഹു നിന്റെ കൂടെയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ഷമീറുദാരി ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഈ ദുനിയാവുള്ള എല്ലാ രാജാക്കന്മാരെ അധികാരത്തെ നിയന്ത്രണം അല്ലാഹുടെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്. തോടാറിന് ഇന്നലെ വെച്ചിട്ട് നേരെ ഷമീറുദാരി ഉസ്താദിനെ വാദ കേട്ട് നിങ്ങൾക്ക് ഇന്നലത്തെ വാദ ഖൽബിലുണ്ടല്ലേ, ഈ ദുനിയാവിൽ എത്ര വലിയ അധികാരം ഇന്ന ആളാണെങ്കിൽ പോലും, എങ്ങനത്തെ രാജാവാണെങ്കിൽ പോലും, എങ്ങനത്തെ ഭരണാധികാരിയാണെങ്കിൽ പോലും അങ്ങനെ നിയന്ത്രണമില്ല അല്ലാഹ്. ആ അല്ലാഹു നിന്റെ കൂടെ മൂസാ നബി ചൊല്ലുമ്പോ ബനൂ ഇസ്രായീൽ നിങ്ങൾക്ക് പിന്നെ പേടിയില്ല. ആ ബനൂ ഇസ്രായീലിങ്ങൾക്ക് പിന്നെ വല്ലാത്ത ധൈര്യമാണ്. കാരണം ഫിർഔന്റെ നിയന്ത്രണവും കടിഞ്ഞാണമുള്ള അല്ലാഹു അങ്ങനെ നബിയായ മൂസാ നബി രൊട്ടികവുള്ള ചൊല്ലുമ്പോ പിന്നെ മൂസാ നബിക്ക് ആളുമാർക്ക് പേടിക്കുന്ന ആവശ്യകത ഇല്ല. അതല്ല ഈമാനുള്ളങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നേ, 3 വിഭാഗം ആളുമാര്, 3 വിഭാഗം മനുഷ്യന്മാര് അതിലെ സഹായിക്കണോ ചൊല്ലത്, അത് അല്ലാഹുവിന്റെ ബാധ്യതയാണ് സ്വഹാബ. ആ 3 അല്ലാഹുവിന്റെ റസൂൽ വിഭാഗത്തെ എന്നെ ചൊല്ലോട്, വന്നാഖിഹുല്ലദീ യുരീദുൽ അഫാഫ്, വന്നാഖിഹുല്ലദീ യുരീദുൽ അഫാഫ്. അല്ലാഹുവിന് വേണ്ടിയിട്ട്, അല്ലാഹുവിന്റെ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വ്യഭിചാരം പോലോത്തത് നിന്റെ ഭാഗത്തിൽ വന്നു പോയിരുവാചൊന്ന് പേടിച്ചിട്ട് അല്ല പൊരുത്തപ്പെടാതെ ഹറാമാക്കിയ സംഗതി നീത്ത് നിന്റെ ഭാഗത്തിൽ വന്നു പോവാചൊന്ന് പേടിച്ചിട്ട് ഒരാളെ പരിശുദ്ധമായ നിക്കാഹ് ചൊല്ലെ വൈവാഹിക ജീവനാചൊല്ലെ ബന്ധത്തിൽ ഏർപ്പെടാണ്ട് കണ്ടെങ്കിൽ ആ നിക്കാഹ് അവിടെയാണോ? വ്യഭിചാരത്തെ പേടിച്ചിട്ട് ചാരിത്രം സംരക്ഷിക്കുന്നത് വേണ്ടി 6 മഹിള അവനുക്ക് ഭർത്തായരാണ്. അവന്റെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അല്ലാഹു നിന്റെ സഹായത്തെ ഏറ്റെടുത്തിരിക്കുമ്പോ ബാലക്കാരാ, ഈമാനുള്ള പെങ്ങള് പിന്നെ ദുനിയാവിലെ ദാമ്പത്യ ജീവനത്തിൽ പരാജയമാവണത് തീരാ. പിന്നെ ദാമ്പത്യ ജീവനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണത് തീരാ. പിന്നെ ദാമ്പത്യ ജീവനത്തിൽ എന്തെങ്കിലും വലിയ വലിയ മുസീബത്തുകൾ വന്നു പോണത് തീരാ. ജീവനത്തെ അവസാനിപ്പിക്കണോ ചൊല്ലേ, ചിന്റെ മനസ്സൊക്കെ ബണ്ടകൻകത ഒരു പ്രശ്നവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണത് തീരാ. അല്ലാഹുടെ സഹായം നിന്റെ കൂടെ ഉണ്ടോ ചൊന്നോട്ടോ അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ കണ്ടുകൊണ്ടില്ല മുസ്ലിമേ? ഇന്ന് എത്ര ജാഗര മങ്ങിലായിട്ട് തിങ്ങള് കലിയുമ്പോ തൊലാകടെ വായിലേക്ക് തരേ മങ്ങിലായിട്ട് വർഷം പൂർത്തിയാവിടേക്കും വന്നോളൂ. സുബ്ഹാനല്ലാഹ്. കറുപ്പുഞ്ചായ പെണ്ണ് ആത്മഹത്യ ചെയ്യേ സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കിടേ. ഹറാം എന്തിരെ ഹലാൽ എന്തിരെ തെരിയാത്ത പൊടി കിടാവിടെ പോലും കൊളത്തുക പലിച്ചെറിഞ്ഞിട്ട് കൊളത്തുക തുള്ളിട്ട് ആത്മഹത്യ ചെയ്ത ഉമ്മമാറുണ്ടോ? എല്ലാത്തെ കാരണത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ അതിന് പിറകെയുള്ള രഹസ്യ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ പരാജയമാ ഈ മരണത്തിന് കാരണം. അഥവാ പല ആളുമാരും അനിരീക്ഷിതമായി ഇങ്ങനത്തെ മരണത്തിന് കാരണം ദാമ്പത്യ ജീവന പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ ഈ ദാമ്പത്യ ജീവന പരാജയപ്പെട്ടു പോയി. അഥവാ മങ്ങിലായിട്ട് നല്ല റാഹത്തിൽ പോണഞ്ച് 25-30 വർഷം ആയിത്തു ചൊന്നെങ്കിലും നല്ല റാഹത്തിലെ ദാമ്പത്യ ജീവനമാ. സിൽവർ ജൂബിലിയായ പേപ്പറിലുള്ള ഫോട്ടോ വന്ന് നവദമ്പതികൾ പുതിയ മാപ്പിള വെഞ്ഞയമാറെന്ന് മങ്ങിലായ നവദമ്പതികൾ എന്തുള്ള 25 വർഷത്തിന് മുന്നിൽ മങ്ങിലായ ആളുമാറി സിൽവർ ജൂബിലി ആക്കിയിട്ട് പേപ്പറിലുള്ള ഫോട്ടോ വന്ന്. പക്ഷെ അങ്ങനെ മനസ്സിൽ വലിയ ബേജാറുണ്ട്. എന്തൊരു ബേജാറ്? മക്ക ചൊന്നക എനിക്ക് കേൾക്കില്ല ഉസ്താദ്, മക്ക ചൊന്നക എനിക്ക് കേൾക്കില്ല. ഏത് അബ്ബവുമക്ക് ബേജാറില്ല? ഞങ്ങളെ മക്ക ഞങ്ങളെ കൺട്രോളില്ല, ഞങ്ങളെ മക്ക ഞങ്ങൾ ചൊന്നക എനിക്ക് ഇല്ല. അതായത് ഈ ദാമ്പത്യ ജീവനത്തിലല്ലേ മക്കൾ ഉണ്ടായേ. ആ ദാമ്പത്യ ജീവനത്തെ പരാജയത്തെ കൂട്ടത്തിലാണ് അബ്ബാവും മകനുസരിക്കാത്ത മക്കളുണ്ടായി.
എന്റെ ഈ ദാമ്പത്യ ജീവനെ പരാജയപ്പെട്ടു പോണുകൊല്ലേ കാരണം ചാരിത്രം സംരക്ഷിക്കുന്നത് വേണ്ടി വ്യഭിചാരം പോലത്തത് വന്നു പോവാ ചെന്ന് പേടിച്ചിട്ട് ഒരാൾ നിക്കാഹ് ആവണമെങ്കിൽ അവന്റെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുതിക്കൊണ്ടു സ്വാദിഖുൽ മസ്ദൂഖായ ജീവിതത്തിൽ ഒരു കളവ് പോലും വരണത് സാധ്യതയില്ല. സ്വന്തം ശത്രുക്കൾ പോലും അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലുന്നത് വേണ്ടി ബാലൂരി നടക്കിടകനികത ശത്രുക്കൾ പോലും ചൊല്ലുന്നരകൊണ്ടുണ്ട് മുഹമ്മദിനെ നാവുൽ കളവ് വരാലാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ശത്രുവായ വലീദ് ഇബ്നു മുഗീറ റസൂലുള്ളാഹി തങ്ങളുടെ വേണ്ടാത്ത ആക്ഷേപങ്ങൾ മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ ഒരു ആരോപണം മക്കത്തിൽ പ്രചരിപ്പിച്ചിട്ട് നരേന്ദ്രഗോന്തുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പോലും ഉൾപ്പെട്ടുപോയ കനിക്കത്തെ ഒരു അപവാദ. അല്ലാഹുവിന്റെ റസൂൽ ടെൻഷനാക്കി പോയ കനിക്കത്തെ ഒരു അപവാദ റസൂലുള്ളാഹി തങ്ങളെ മേൽ വെച്ച് കെട്ടിയാൽ എന്തൊരു അപവാദ കൊണ്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ടെൻഷനാക്കി കനിക്കത്തെ അപവാദ. അല്ലാഹുവിന്റെ റസൂലിനെ ബുദ്ധി നഷ്ടപ്പെട്ടൊരു പിരാന്തായിരച്ചുണ്ട് കനിക്കത്തെ ഒരു അപവാദ പറത്തിയാർ ബേരെല്ലാം പോട്ട് ബേരെ എന്തും അല്ലാഹുവിന്റെ റസൂൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുദ്ധിഭ്രമണായത് മാനസിക അസ്വസ്ഥനാണ് പിരാന്താ ചൊല്ല കനിക്കത്തെ അപവാദം പറത്തിയാർ. സുബ്ഹാനല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ അപവാദം പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലുക്ക് ടെൻഷനായി. എന്റെ കാരണം വേറെ എന്തൊരു ചൊല്ലെങ്കിലും ആളുമാർ നമ്മുടെ കനിക്കത്തെ പരിസ്ഥിതി അല്ലാഹുവിന്റെ ഉള്ളിൽ അങ്ങ് അല്ലാഹുവിന്റെ റസൂലിനെ ಬಗ್ಗೆ എന്ത് ചൊല്ലുക ഏകദൈവ വിശ്വാസത്തെ സന്ദേശത്തെ ലോകത്ത് എത്തിപ്പാട്ടി തന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനത്തെ ഒരു പുതിയ ഒരു വാദത്തുകായിട്ട് ബന്ധരെ ആൾമാരെ നടുവിൽ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ വേണ്ടി ചൊന്നെങ്കിൽ മക്കത്തിൽ ഒരാൾ നമ്പാല അതിലെ വ്യാമോഹം അല്ലാഹുവിന്റെ റസൂലുകില്ല. അല്ലാഹ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് പരസ്പരം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഭിന്നിപ്പ് പറപ്പാട്ടിയിട്ട് ഞങ്ങളുടെ കുടുംബ ബന്ധത്തെ മുറിക്കുന്നത് വേണ്ടി ചൊല്ലുമ്പത്തുകാറ് നമ്പാല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമേ കുടുംബ ബന്ധത്തെ മുറിച്ച് രണ്ടാണ്. പിന്നെ സാമ്പത്തികമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ കുറെ പൈസ ഉണ്ടാക്കുന്ന ചൊല്ലെ നിലക്കുണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലെ ഉഹുദ് പർവ്വത ബംഗാറായിട്ട് എന്റെ കൈക്ക് കിട്ടിയെങ്കിൽ പോലും സ്വഹാബ നേരെ ബൽക്കരയ്ക്ക് മുന്നിൽ ഇങ്ങനെ 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 കൊടുത്തിട്ട് അതിനെ തീർക്കുകയാണ്. ഉഹുദ് പർവ്വത ചൊന്നെങ്കിൽ സാധാരണ ഒരു കുറ്റമാണ്. മദീനത്തെ പരിസരത്തിൽ കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വിശാലമായ ആ പർവ്വതത്തെ കാട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലെ അബൂ ഹുറൈറ ഈ പർവ്വതം ബംഗാറായിട്ട് ദഹബായിട്ട് എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് നേരെ ബൽക്കരയ്ക്ക് മുന്നിൽ അതിനെ തീർക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഒരു ലാഭവും ഒരു നേട്ടവും ഒരു ആശയും പ്രതീക്ഷിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ ഒരവസരത്തിൽ ഒരു നിസ്കാരം കഴിഞ്ഞ് സലാം വിറ്റ സാധിക അല്ലാഹുവിന്റെ റസൂൽ എഞ്ചിട്ട് ഒരു പോക്ക് വേഗം സ്വഹാബികൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്ത് നബി തങ്ങൾ ഇങ്ങനെ പോയി നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ഇങ്ങനത്തെ ഒരു പോക്ക് പോയി. തെല്ല് നേരം അല്ലാഹുവിന്റെ റസൂൽ മടങ്ങി വന്നിട്ട് ചൊല്ലു സ്വഹാബ എന്റെ ഔത്തുള്ളൂർ സാമണ് ബാക്കി എന്ത് അതിന് അവകാശങ്ങൾക്ക് പാവത്തെ ഒരാളുമാരോ കൊടുക്കുന്നത് വേണ്ടി നിനപ്പായിട്ട് മണ ഓടിരേ എന്തിനെ എന്ത് അല്ലാഹുവിന്റെ റസൂൽ ഒട്ടുക അത് അവകാശപ്പെട്ട ആളുമാർക്ക് ഇന്നെങ്കിൽ അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ എത്തുപാട്ടി കൊടുത്തോയി. ഏതെങ്കിലും ഒരു പാവത്തെ ഒരു ഫക്കീരനായ ഒരാളുമീത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിക്ക് വന്നെങ്കിൽ നബിയെ ഞാനെന്ത് തിന്നിട്ടില്ല നബിയെ ഞാനെന്ത് കുടിച്ചിട്ടില്ല നബിയെ ചൊന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അതാ ഒരു തിന്നാത്ത ഒരാൾ വന്നത് ഇണ്ടത്തെ പിരിവ് അയാൾ കണ്ടു ചൊല്ലല്ല റസൂലുള്ളാഹി തങ്ങൾ നേരെ എഞ്ചിട്ട് ഔത്തുക്ക് പോകും. ആയിഷ മദീനത്തെ പള്ളിക്ക് ഒരു പാവപ്പെട്ട ഒരു ഫക്കീരനായ ഒരാൾ വന്നത് എന്തെങ്കിലും തിന്നുകൊണ്ട കുടിക്കൊണക്ക് എന്തെങ്കിലും ഉണ്ട് എന്തു ഇല്ലാണ്ട് അവിടെ കണ്ടെങ്കിൽ സഹായിക്കൊണക്ക് ഒരു നിലക്കും സാധ്യമില്ല ചൊല്ലെ ബറവസ് അവിടെ ആയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പിന്നെ അപ്പുറത്തെ സ്വഹാബികളിട്ടൊക്കെ കേൾക്കൂ ഇയാളുടെ ഇണ്ടത്തെ ചെലവ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കിടാറാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ ആ റസൂലുള്ളാഹി തങ്ങൾ പൈസ കാശൊക്കെ കൊതിച്ചിട്ട് ആൾമാരെ നടുവിൽ സ്ഥാനമാനത്തേക്ക് വേണ്ടിയിട്ട് അധികാരത്തേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പുതിയ ഒരു വാദ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണോ ചൊല്ലൊക്കെ എനിക്ക് ഒരു വാദവുമായിട്ട് ബന്ധിര ചൊന്നെങ്കിൽ ആൾമാർ നമ്മുടെ പരിസ്ഥിതിയിലില്ല. അപ്പയാണ് ഈ വലീദ് ഇബ്നു മുഗീറ ചൊല്ലൊക്കെ എനിക്കത് മനുഷ്യ ചൊന്നേ എന്നാണ് ഒരു അഭിപ്രായം ചൊല്ലട്ടെ. നിങ്ങൾക്കത് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂ അല്ലെങ്കിൽ അതിനെ കൈവിടുവാണ്. അപ്പൊ ആൾമാർ കേട്ടാൽ ചൊല്ലോര് എന്തൊരു അഭിപ്രായം നോക്കുക. അപ്പൊ അഭിപ്രായം എന്തിനേണ്ട കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവിടെ വലീദ് ഇബ്നു മുഗീറ ചൊന്നെന്തിനെ കൊണ്ടുണ്ട മുഹമ്മദ് നബിക്ക് പിരാന്ത് പിടിച്ചിട്ട് പ്രചാരക്കുവാൻ
അപ്പൊ അത് ആളുമാർ സ്വീകരിക്കുവാറ്. കാരണം ഇന്ത്യ വരേക്കും ആളുമാർ കേട്ട കനിക്കത്തെ ഒരു വാദത്തിൽ അള്ളാഹ് ബന്ധന അള്ളാന്റെ റസൂലിന്റെ വാദ പുതിയ ഒരു വാദ. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് കേട്ടിട്ട് പരിചയമില്ലാത്ത കനിക്കത്തെ ഒരു വാദമല്ല ഏകദൈവ വിശ്വാസ. ഈ വാദവുമായി വന്ന അള്ളാന്റെ റസൂലിന്റെ മേൽ ഇങ്ങനത്തെ ഒരു അപവാദം ഇടുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ടെൻഷനിലായി പോയിട്ട് ആ സമയത്തിൽ അള്ളാന്റെ റസൂലെ സമാധാനിപ്പിച്ച് പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേല് അള്ളാന്റെ റസൂലെ മനസ്സുക ബേജാറാവിടെ രൂപത്തിൽ ഇങ്ങനത്തെ ഒരു അപവാദ കൊണ വന്ന കനിക്കത്തെ ഒരാളായ വലീദ് ഇബ്നു മുഗീറ ആ ദുഷ്ടനായ ആളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചു ചൊല്ലുടൂ. എങ്ങനത്തെ ആക്ഷേപകൊണ്ടുണ്ട മുസ്ലിമേ ഒലിമ്പോ തരത്തിലുണ്ട് ബഗ്യ വേണ്ടാത്ത അഭിപ്രായങ്ങൾ അല്ലാണ്ട് ഖുർആൻ ചൊല്ലുടൂ. ആ മനുഷ്യന്റെ ഒട്ടിക ഇന്ന കനിക്കത്തെ ആ മനുഷ്യന്റെ ഒട്ടിക ഇന്ന കനിക്കത്തെ കുറവുകള് ആ മനുഷ്യന്റെ ഭാഗത്തിൽ ഉണ്ടാവിടെ കനിക്കത്തെ വേണ്ടാത്ത പ്രവർത്തനങ്ങള് ഓരോന്ന് ലിസ്റ്റാക്കി ചൊന്നതുപോലെ ഒലിമ്പോണത്തെ അടയാളങ്ങൾ അല്ലാണ്ട് ഖുർആൻ ചൊല്ലുടൂ. അല്ലാഹുവിന്റെ റസൂലുക പിരാന്ത് പിടിച്ചിരുചുള്ള കളവ് അപവാദാക്കി കനിക്കത്തെ വലിയത് ആ മനുഷ്യനെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുടൂ. ആ മനുഷ്യന്റെ വാദ പച്ച കളവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ബുദ്ധികൊന്നും സംഭവിച്ചിട്ടില്ല. ആ ചൊന്ന ആളാറ് കൊണ്ടുണ്ട ഇങ്ങനത്തെ ആള് ചൊന്നിട്ടു. ഒലിമ്പോണത്തെ അടയാളത്തെ പരിശുദ്ധ ഖുർആൻ ചൊന്നിട്ടു. ഒലിമ്പാമത്തെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുടൂ. ആ വലീദ് ഇബ്നു മുഗീറ ചൊല്ലെ മനുഷ്യനുണ്ടല്ലേ അയാള് വ്യഭിചാരത്തിൽ നിന്ന് ഉണ്ടായ ഒരു മോഹനാണ്. സ്വന്തം ബാപ്പക ജനിച്ച കനിക്കത്തെ ആളല്ല വലീദ് ചൊല്ലെ മനുഷ്യന്. സമാജത്തിൽ വലിയ ഗൗരവ ഇന്ന കനിക്കത്തെ ആള്, സമൂഹത്തിൽ വലിയ ഉന്നതമായ വ്യക്തിത്വം അലങ്കരിച്ച ആള്, മക്കത്തെ മുശ്രിക്കീങ്ങളിൽ ഘട്ടാണുകെട്ടി ആളുമാരിൽ എണ്ണപ്പെട്ട ഒരാളാണ് വലീദ്. ഇന്ത്യ വരേക്കും ഒരാളും തില്ലാത്ത ഒരു നേരായ വിഷയത്തെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വെളിവാക്കി ചൊല്ലുടൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഗ്ഗ വേണ്ടാതെ അപവാദ ചൊന്ന ഒരാളുടെ ബഗ്ഗ അല്ലാഹുവിന്റെ ഖുർആൻ ഇത്ര മാത്രം വിമർശിച്ചിട്ട് ചൊന്നിട്ടില്ലെങ്കിൽ വലീദരല്ലാത്ത പിന്നൊരാളുടെ ഖുർആൻ അങ്ങനെ ചൊന്നിട്ടേ ഇല്ല. ആ വലീദിനെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുടൂ. അയാള് സ്വന്തം ബാപ്പ കൊണ്ടായ ആളല്ല. വലീദ് ആരുടെ മോനുണ്ടാണോ അവകാശപ്പെട്ടേ എഡ്രസ് എഴുതുമ്പോ വലീദ് സന്നാഫ് 6 ാണോ എഴുതരേ ആ ആള് കൊണ്ടായ മോണല്ല വലീദ്. വലീദ് വ്യഭിചാരത്ത് കൊണ്ടായ ആള് കണ്ട് ചൊല്ലുമ്പോ വലീദ് സമാജത്തില് നാണക്കേട് അനുഭവിക്കുന്ന കനിക്കത്തെ ഒരവസ്ഥ വന്നുപോയ സന്ദർഭത്തില് മക്കത്തില് തലതാത്തര കനിക്കത്തെ പരിസ്ഥിതി നിർമ്മാണായ സമയത്തില് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ബഗ്ഗ വേണ്ടാത്തത് ചൊന്നു നടന്ന വലിയതുണ്ടല്ലേ ബാളിങ്ങനെ ഊരി പിടിച്ചിട്ട് നേരെ പോണ്ടത് സ്വന്തം ഉമ്മയുടെ മുട്ടയാണ്. അല്ലാഹുവിന്റെ റസൂലാണ് ഓതി കൊടുത്തത്. വലീദ് വ്യഭിചാരത്തിലുണ്ടായ മോണോ ചൊന്ന് ഓതി കൊടുത്തത് അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂലിട്ട് അരസക്കാരുടെ ബദലുക അല്ലാഹുവിന്റെ റസൂലിനാണ് നാണക്കെടനുക്ക് കാരണമായിട്ടല്ലേ ഈ ഖുർആനിൽ നിന്ന് ഓതി ആയത്ത് കൊണ്ടല്ലേ സമാജത്തിലെ നാളെ തലതക്ക് പാട്ടണായി വന്നേ ചൊന്നിട്ടു. വലീദ് നബി തങ്ങളിട്ടിക പകതീർക്കൊണു പോണ്ട ബദലുക നേരെ ബാളും പിടിച്ചു പോണ്ട സ്വന്തം ഉമ്മയുടെ മുട്ടയാണ്. എന്നിട്ട് ഉമ്മയുടെ കൽത്തുക ബാളിങ്ങനെ ചൂണ്ടി കാണിച്ചിട്ട് വലീദ് ചൊല്ലെ മനുഷ്യനെ ചൊന്ന പലക്കെന്തിനെ കൊണ്ടുണ്ട് ഉമ്മ നേരെ ചൊല്ലുന്നു. നാട് വ്യഭിചാരത്തിലുണ്ടായ ആളേട്ട് മുഹമ്മദ് ചൊന്നൊരു. ആ മുഹമ്മദ് നന്റെ ശത്രുവാണെങ്കിലും മക്കത്തെ ഖുറൈശിങ്ങനെ ശത്രുവാണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ മുഹമ്മദിനെ കൊല്ലണോ ചൊന്നിട്ട് വാദം ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും ആ മുഹമ്മദിന്റെ ബായിൽ പണ്ടത് കളവാവില്ല. അതുകൊണ്ട് നിന്റെ വ്യഭിചാരത്ത് ഉണ്ടായ ആളുകളുടെ മുഹമ്മദ് ചൊല്ലെ ആള് ചൊന്നിട്ടില്ലെങ്കിൽ അത് സത്യാവസ്ഥ എന്തിനേട്ട് ചൊന്നില്ലെങ്കിൽ കൊല്ലുക ഉമ്മ. സുബ്ഹാനല്ലാഹ്. വലീദിനെ ബാലിടെ പേടിച്ചിട്ട് ഉമ്മ നേരെ ചൊന്നു കൊടുക്കടോ. മോനെ നിന്റെ ബാപ്പക മക്കാവില്ല, നിന്റെ ബാപ്പക കിടാവാവില്ല. നാണ് ചൊന്ന വിശദീകരിക്കില്ല ഈമാനുള്ളങ്ങളെ ഒരു ഉദാഹരണക്ക് വേണ്ടിയാണ് ഈ സംഭവം ചൊന്നേ. ഉമ്മ വിശദീകരിച്ചു കൊടുത്തിട്ട് വലീദിരട്ടിക ചൊല്ലോടോ. ഒരാട് മേക്കിടക്കൻ കേട്ട ഒരാളുമായിട്ട് വ്യഭിചരിച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടായ മോനാണ് നീന്.
അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തനാക്കി നോക്കൂ, ഒരു തോടാറിൽ വാഴ കേൾക്കുവെന്ന മോമിനികള്. അല്ലാഹുവിന്റെ റസൂലെ ശത്രുങ്ങൾക്ക് പോലും, അല്ലാഹുവിന്റെ റസൂലെ വേണ്ടാത്തത് ചൊന്ന ആളുമാർക്ക് പോലും അല്ലാഹുവിന്റെ റസൂൽ കളവ് ചൊല്ലുന്ന വിശ്വാസം ഇല്ല. അല്ലാഹുവിന്റെ റസൂലെ സത്യസന്ധതരെ എല്ലാവരും അംഗീകരിച്ചതാണ്. നബി തങ്ങളൊട്ടിക്ക് നഞ്ചുള്ള ആളുമാര്, നബി തങ്ങളൊട്ടിക്ക് പകവുള്ള ആളുമാര്, നബി തങ്ങളെ കൊല്ലുക നടക്കുന്ന ആളുമാർക്ക് പോലും അല്ലാഹുവിന്റെ റസൂൽ അൽ അമീൻ ചൊല്ലുന്ന വിഷയത്തിൽ സംശയമില്ല. അങ്ങനത്തെ നബിയാണ് ചൊല്ലുന്ന മുസ്ലിമീങ്ങള്. ചാരിത്രം സംരക്ഷിക്കണത് വേണ്ടി ഒരാള് മങ്ങിലാവുരാണ്ട് കണ്ടെങ്കിൽ അവന്റെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. പക്ഷേ ഞങ്ങൾക്കിണ്ടങ്ങനത്തെ സഹായ കണ്ടുകൊണ്ടില്ല. മങ്ങിലായ ഉണകിണ്ടങ്ങനത്തെ സഹായ കിട്ടിയത് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടില്ല. ദാമ്പത്യ ജീവനങ്ങൾ പരാജയപ്പെട്ടു പോയ സംഭവമാണ് കണ്ടുകൊണ്ടുള്ളത്. അള്ളാഹു സഹായത്തെ ഏറ്റെടുത്തരാണ്ട് കണ്ടെങ്കില്, അല്ല സഹായിക്കറാണ്ട് വാഗ്ദാനം ചെയ്തരാണ്ട് കണ്ടെങ്കില് എന്തേ ഞങ്ങളെ ദാമ്പത്യ ജീവന പരാജയപ്പെടുന്നില്ല? കാരണ എന്റെ ഈ മാറുള്ള പെണ്ണുങ്ങളെ നല്ലോണം ചിന്തനാക്കണു. ആ നിക്കാഹ് ചൊല്ല പരിശുദ്ധമായ പവിത്രമായ ബന്ധമുണ്ടല്ലേ, ജീവനത്തിൽ ഏറ്റവും വലിയ സമാധാനത്തിന് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി തന്നെ ബന്ധമുണ്ടല്ലേ, അത് ഹറാമുടെ മുഖാന്തര തുടങ്ങുന്നത് കൊണ്ടാണ്. അഥവാ പല ഹറാമും അതിനെ ഉൾക ബളിച്ചു കൂട്ടിയത് കൊണ്ടാണ് ഈ സമുദായത്തെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകുക പോലും കാരണമാവിടെ രൂപത്തിൽ മങ്ങിലാച്ചുള്ള സുന്ദരമായ ഒരു കാര്യത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ്. അല്ല ഇതിന്റെ മങ്ങിലാച്ചുള്ള വിഷയം എന്തെല്ലാം അനാചാരങ്ങൾ അതിലുണ്ട്. ഫോണാക്കിയിട്ട് മസാല വേറെ കേൾക്കൊണ്ട് ഉസ്താദ് എൻഗേജ്മെന്റിക്ക് മുസാഫ് കൊടുക്കാൻ വേണ്ടി ഓന്റെ സ്വന്തം മദ്രസത്തിൽ ബാപ്പയില്ലാത്ത യതീമ മക്കളിൽ മദ്രസ തുടങ്ങുന്ന സമയം റമദാന് കഴിഞ്ഞിട്ട് കൊണ്ട് രായത്തിൽ മദ്രസ തുടങ്ങുമ്പോഴത്തേക്കും സ്വന്തം ബാപ്പയില്ലാത്ത അനാഥമായ യതീമായ മക്കള്, ആ മക്കളെ വിദ്യാഭ്യാസത്തെ എല്ലാ ചെലവരെ ഏറ്റെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ഒന്ന് കൊടുത്തെങ്കിൽ കൈനീട്ടി വേങ്ങിട്ട് അതിന് മുഖാന്തരം ഈ മക്കളെ വിദ്യാഭ്യാസത്തെ ചെലവിനോടുകൂടെ വിധവയായ ഉമ്മ, ആ ഉമ്മക്ക് കിടാവിടെ എല്ലാ ചെലവിടെ കൊടുക്കണകാവില്ല, കിടാവുക്ക് മുസ്ഹാഫ് എടുക്കണകാവില്ല. സ്വന്തം ചങ്ങായിമാരെ മുട്ടതെ ചാളുമാരെ മുസ്ഹാഫ് നിൽക്കി നോക്കടെ യതീമായ മക്കളുണ്ട് മദ്രസത്തിൽ പഠിക്കരെ കണിക്കട്ടെ കൊന്തുണ്ട മദ്രസത്തിൽ പഠിക്കുന്ന മക്കള് ആ യതീമായ ചെറിയ കിടാവുകു പഠിച്ചോണേ എന്റെ മുട്ട തയ്ക്കുന്ന ആൾക്ക് ചന്തത്തെ മുസ്ഹാഫ് ഉണ്ടു, എന്റെ ഇപ്പറ തയ്ക്കുന്ന ആൾക്ക് പുതിയ പുതിയ ബൈൻഡിട്ട് മുസ്ഹാഫ് ഉണ്ടു. മുസാഫില്ല എന്റെ അതിരെ കാരണ പോലും കിടാബു ഗൊന്തില്ല. നാ യതീമോ നക്ക് ബാപ്പയില്ല, നന്റെ ഈ ചെലവിടെ ഏറ്റെടുക്കരെ കണിക്കത്തെ ഒരാളില്ല ചൊല്ലത് കിടാബു ഗൊന്തില്ല. ഈ കിടാവിങ്ങനെ നിൽക്കിട്ട് അപ്പുറത്തെ കിടാവിടെ മുസ്ഹാഫ് നോക്കണേ. അങ്ങനത്തെ മക്ക ഈ സമാജത്തിൽ ഈ മദ്രസത്തിൽ ബാപ്പയില്ലാത്ത മുസ്ഹാഫ് എടുക്കൊണ്ടുക സാധ്യതയില്ലാത്ത അഥവാ ബാപ്പ ഇന്നിട്ടും പാവപ്പെട്ട മിസ്കീന്മാരായ മക്കളെ ഇന്നെങ്കിൽ അതിന്റെ കണക്ക് തരും ഉസ്താദെ. അവർ 10 മക്കൾക്ക് നാ മുസ്ഹാഫ് എടുത്ത് തന്നെ ചൊന്ന് ഏറ്റെടുക്കണ ഒരു വാളകാറയില്ല. ഇതിനെ സംബന്ധിച്ച് മസല കേൾക്കണ ഒരാളില്ല. എൻഗേജ്മെന്റ് മുസ്ഹാഫ് കൊടുക്കട്ടെ ആറും ബിയരിക്കൊണ്ടോണ്ട് എൻഗേജ്മെന്റ് ആയിട്ട് പെണ്ണിന്റെ ഹാഫിലത്താക്കിയിട്ട് മങ്ങിലാവണു കണ്ട മുസ്ഹാഫ് കൊടുക്കരേ. വളരെ ചെറുപ്പ എൻഗേജ്മെന്റ് ആയാൽ പിന്നെ മുസ്ഹാഫ് കൊടുക്കുന്ന ആളുണ്ടല്ലേ. അവള് സാധാരണ എൻഗേജ്മെന്റ് അവിടേക്ക് മുന്നിൽ മഗ്രിബിയുടെ ഇശാരയുടെ ഒരു വാഖിയ സൂറത്തുൽ മുൽക്ക് ഒരു സജദ യാസീൻ എന്നുള്ള ഓതിയോട്ട് ഇന്നിട്ട് ഇന്നെങ്കിൽ പോലും എൻഗേജ്മെന്റ് ನಂತರ അതുപോലെ ഓതോ പുരുഷത്തില്ല, നിരന്തര വാട്സാപ്പ് ചാറ്റിംഗ്. പിന്നെ എന്തെങ്കിലും മുസ്ഹാഫ് ബറാത്തെ പരമ്പത്തവർക്ക് ബണ്ണാത്തര ബല തോത്തിട്ട് അട്ടത്തിൽ ബദല വെക്കുക. എനിക്ക് മുസ്ഹാഫ് കൊടുക്കട്ടെ മസല കേട്ട് കൊടുക്കണ വേണ്ടേ ചൊല്ലതല്ല. എന്ത് ആത്മാർത്ഥത്തിൽ നിൽക്കത്, എന്ത് മുസ്ഹാഫ് കൊടുത്തിട്ട് എന്ത് പ്രതിഫലത്തെ ആഗ്രഹിക്കണുകാണ് നീ അത് കൊടുക്കണ ഉദ്ദേശിച്ചു. സുബ ഇന്റെ പെണ്ണ് കാണാൻ പോണ്ട ഇവിടെ കൊണ്ടുണ്ട് സുബ്ഹാനല്ലാ പല മക്കാമുല്ല ജാഗ ഈ ഭാഗത്തുകല്ല വ്യാപിച്ചിട കൊന്തില്ല. കാരണം നാ കൊരിയ വർഷം ഇത് കേരള ഭാഗത്ത് കാസർഗോഡ് ഭാഗത്തിൽ ഒരു വർഷമായത് കൊണ്ടുകൂടി ഈ ഭാഗത്തിൽ നടക്കുന്ന എല്ലാ കാര്യം ചിലപ്പോൾ ഞങ്ങളെ ശ്രദ്ധയിടപെടില്ല. ഞങ്ങളുടെ ഭാഗത്തിലുള്ള ചിലപ്പോൾ ഇപ്പൊ പെണ്ണുകാണ്ട് അവിടെ കൊന്നുണ്ട് പെണ്ണ് നോക്കുക പോണ്ടേ വലിയ വലിയ മക്കാമിന്റെ ജാഗ കണ്ടാ വലിയ വലിയ മക്കാമിന്റെ ജാഗ ആന്റെ കൂട്ടർ ഒരു 10 പന്നിന്റെ ആള്, പെണ്ണിന്റെ കൂട്ടർ ഒരു 10 പന്നിന്റെ ജാഗ 10 പന്നിന്റെ ആൾമാർ നല്ല ചോക്ലേറ്റും പെട്ടിയും വലിയ ആൽബം ഇതെല്ലാം ആക്കിയിട്ട് പിടിച്ചോണ്ട് പോണ്ടേ മാർച്ചകരോടേക്ക് മഹാന്മാരെ സന്നിധിക്ക് ജാറുള്ള ജാഗ മക്കാമുള്ള ജാഗ സിയാറത്താക്കോ പോണ്ടല്ല പെണ്ണ് നോക്കോ പോണ്ടേ. ആ അവിടെ ഈ പെണ്ണിന്റെ ആണ് കാട്ടുക. പെണ്ണിങ്ങനെ ഒരു പെണ്ണുണ്ട് ഇന്ന രായത്തിൽ ചൊന്ന സാത്തുക ഒക്ക ഇന്ന പള്ളി പേർ ഇന്ന മക്കാമോ പേർ അവിടെ നോക്കുക. ബർക്കത്തുക്ക് വേണ്ടി ദുവർന്നിട്ട് സിയാറത്താക്കി തുടങ്ങുവാണ്ട. അള്ളാഹുടെ വലിയുടെ ഉറൂസരെ സംബന്ധിച്ചിട്ട് ഉറൂസരെ അനുബന്ധിച്ച് നടക്കരക്കെനിക്കത് വാദര തുടക്കം സിയാറത്തിന് മുഖാന്തരായി ബഹുമാനപ്പെട്ട മൂസാദാരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന സിയാറത്തിന് മുഖാന്തരമാണ് ഞങ്ങൾ ഈ സദസ്സ് കടന്നു വന്നത്.
ഈ രൂപത്തിൽ അള്ളാഹുടെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ സിയാറത്താക്കിയിട്ട് ആ മഖാമുൽ അവിടെ നോക്കും. അങ്ങനെ അതൊരു ഫാഷനാണ്. പെണ്ണ് നോക്കുക, ആ നിലക്ക് പെണ്ണ് നോക്കുക. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ സന്നിധികൾ, ഔലിയാക്കന്മാരെ സന്നിധി ഇങ്ങനെ ഉറൂസ് നടക്കുമ്പോഴത്തേക്കും വഅദ് നടക്കുമ്പോഴത്തേക്കും അള്ളാഹുടെ ഔലിയാക്കന്മാരെ ചാരത്തുക പോകുമ്പോഴത്തേക്കും പെണ്ണുങ്ങളെ ഔറത്തിനെ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ പോലും താളുമാറല്ല. അങ്ങനെ ജീവനത്തിൽ എന്തെങ്കിലും ഒരു യാരകുരുടി വന്നു പോയി വച്ചൊന്ന് പേടിച്ച മഹാന്മാരാണ്. അള്ളാഹുടെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ വിശദീകരിക്കേണ്ട ധാരാളം ഗ്രന്ഥങ്ങളും ആ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തദ്കിറത്തുൽ ഔലിയ. ഇമാം ഫരീദുദ്ദീനുൽ അത്വാർ റളിയല്ലാഹു അൻഹു, ഫരീദുദ്ദീനുൽ അത്വാർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ഗ്രന്ഥത്തെ തദ്കിറത്തുൽ ഔലിയ, ഔലിയാക്കന്മാരെ സംബന്ധിച്ച് വിശദീകരിച്ച ഗ്രന്ഥം. 800ഓളം പേജുകളുണ്ട്. 800ഓളം 900ഓളം പേജുകളുള്ള ഗ്രന്ഥ. 90 ചില്ലാര ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തിയ ഗ്രന്ഥ. 97ഓളം ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തിയ ഗ്രന്ഥ തദ്കിറത്തുൽ ഔലിയ. ആ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ 90 ചില്ലാര ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പോലത്തെ മഹാന്മാർ ഉള്ളാറ്. ആ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുയുടെ പോലത്തെ മഹാന്മാർ ഉള്ളാറ്. ആ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുയുടെ പോലത്തെ മഹാന്മാർ ഉള്ളാറ്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുടെ പോലത്തെ മഹാന്മാരുള്ളാറ്. ഔലിയാക്കന്മാരെ ഗ്രന്ഥയിൽ തുമ്പുത്തുകു. അതിൽ ഒന്നാമത് ഏത് വലിയുടെ പേരിൽ തിരകുന്നുണ്ട്. ഇമാം ഫരീദുദ്ദീനുൽ അത്വാർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ഔലിയാക്കന്മാരെ വിശദീകരിക്കുന്ന ഗ്രന്ഥ. ഔലിയാക്കന്മാരെ സംബന്ധിച്ചിട്ട് 90 ചില്ലാര ഔലിയാക്കന്മാരെ വിശദീകരിച്ചെഴുതിയ ചെറിയ ഒരു ഗ്രന്ഥത്തില്, ആ ഗ്രന്ഥത്തിൽ ഒന്നാമതിൽ തിരത് സയ്യിദുനാ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. ആരാണ് സയ്യിദ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കൊണ്ടുണ്ട്. ഈമാനുള്ള മുതഅല്ലിമീങ്ങളെ സയ്യിദ് മുഹമ്മദ് ബാഖിർ റളിയല്ലാഹു അൻഹു തങ്ങളെ മോനാണ്. ആരാണ് സയ്യിദ് മുഹമ്മദ് ബാഖിർ തങ്ങള്? സയ്യിദ് സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു തങ്ങളെ മോനാണ്. ആരാണ് സയ്യിദ് സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു തങ്ങള്? സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മോനാണ്. ആരാണ് സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങള്? സയ്യിദത്തു നിസാഇൻ ഫിദ് ദുനിയാ. നാളെ ആഖിറത്തിലും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലുള്ള പെണ്ണുകളെ നേതാവായി ചമ്മയുടെ കനികത്ത് സയ്യിദത്തു ഫാത്തിമത്തു സുഹ്റാ.